ഷേപ്പ് സ്കെയിലിൽ നമുക്കൊരു സ്റ്റാറിൻ്റെ വർക്ക് ചെയ്യാം കേട്ടോ. ഒരു സ്റ്റാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കളർ A4 ഷീറ്റാണ് എടുത്തത്. അത് ഞാൻ എന്താ ഡബിൾ കളറായിട്ട് 6 എടുത്തിട്ടുണ്ട് കേട്ടോ. റെഡും ഗ്രീനായിട്ട് 6 എടുത്തിട്ടുണ്ട്. ഇനി എന്താ ഇതുപോലെ നമുക്കൊരു കോണാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട്, അതായത് ആ പേപ്പറിന് നമുക്കൊരു സ്ക്വയർ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കോണാക്കി മടക്കിയിട്ടാണ് കേട്ടോ നമ്മൾ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ 6 പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ ഡബിൾ കളർ ആയതുകൊണ്ട് 6 പീസ് എടുത്തു. ഒറ്റ കളറാണെങ്കിൽ 5 മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ 6 കട്ട് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്കൊന്ന് കോണാക്കി മടക്കി കൊടുക്കാം. 2 സൈഡൊന്നും സെൻറ്ററിലോട്ടൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കോണായിട്ടാണ് നമുക്ക് കിട്ടുക. നമുക്ക് കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ 2 സൈഡൊന്നും ഞാൻ കോണാക്കി കോണാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ കോണാക്കി ഞാൻ 6 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 6 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു കോൺ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന്, അതായത് ഈ പോർഷനിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ മുകളിലോട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് 2 കോർണറിനും നമുക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് കൊടുക്കാം. 4 സെൻറ്റിമീറ്റർ മുകളിലോട്ടാട്ടോ സെൻറ്ററിൽ നിന്ന്. ഇതുപോലെ ഞാൻ 6 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോൺ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 0.5 സെൻറ്റിമീറ്ററിൽ മുകളിലോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് 2 സൈഡും നമുക്ക് നേരെ ലെവൽ ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതപ്പോൾ ഞാൻ 6 പീസും കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പീസ് എടുക്കുക. അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്തോട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ വേണം കേട്ടോ അത് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒട്ടിച്ച് വരുമ്പം അത് ഹോളായിട്ടൊക്കെ ഒന്ന് കാണപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഇതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ 6 പീസും ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. എല്ലാ സൈഡും 4 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാ പീസും ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഫോൾഡ് ചെയ്ത ഈ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ മാത്രം, ഒരു പോർഷൻ അവിടെ വെച്ചിട്ട് മറ്റേ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. വീഡിയോയിൽ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. എല്ലാ പീസിൻ്റെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്ത രീതിയിൽ തന്നെ വെക്കുക. ഇനിയിപ്പോൾ ഇതുവരെ വെച്ച കോണിനെ നമ്മൾ ഓപ്പോസിറ്റായിട്ടൊന്ന് കോണാക്കിയിട്ട് എടുക്കുകയാണ്. കാരണം ഞാനതൊന്ന് ജസ്റ്റ് ഈ പഞ്ച് മെഷീൻ കൊണ്ടൊന്ന് ഹോളിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ജസ്റ്റ് പഞ്ച് മെഷീൻ വെച്ചിട്ട് വെറുതെ ഒന്ന്, ഞാനിപ്പോൾ ഒരു സിഗ്സാഗ് രീതിയിലൊക്കെയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെവൽക്കിനോ നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹോളിട്ട് മാത്രമാണ് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാ കോണും നമ്മൾ ഉണ്ടാക്കി വെച്ച 6 കോണും നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ, എല്ലാം ഒരേ രീതിക്ക് തന്നെ നമുക്ക് ഹോളിട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തു. ഇനി ഈ ഫോൾഡ് ചെയ്ത ഭാഗം അടുത്ത കോണിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാ പീസും നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു പീസ് ഞാൻ ഒട്ടിച്ചു. ഈ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലാ പീസും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അതായത് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ 2 സെൻറ്റർ പോർഷനിലും ജസ്റ്റ് നമുക്കൊരു വേറൊരു പേപ്പറിൽ ജസ്റ്റ് ഒരു സ്ക്വയർ ടൈപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ടൈ ചെയ്യുമ്പോൾ ഒന്ന് കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നൂലിട്ടൊന്ന് ടൈ ചെയ്യുമ്പോൾ അതൊന്ന് ഒരു കട്ടി പോലെ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ സ്ക്വയർ ടൈപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക.
എന്നിട്ട് നമുക്ക് പഞ്ച് മെഷീൻ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. 2 ഹോളും ഒരേ അളവിന് തന്നെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ടൈ ചെയ്യുമ്പോൾ അത് കറക്റ്റായി കിട്ടില്ല. ഇതുപോലെ ഹോൾ ചെയ്തെടുക്കുക. 2 സൈഡും ഒരേ അളവിന് തന്നെ ഹോൾ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ 2 സൈഡും ഒരുപോലെ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡും നന്നായി ഒരേ അളവിന് ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതുപോലത്തെ വൂളൻ ത്രെഡാണ് എടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള ത്രെഡ് എടുക്കാം. ഞാൻ വൂളൻ ത്രെഡ് എടുത്തു. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എത്രയാണോ നമുക്കതിൻ്റെ ആവശ്യത്തിന് എന്നുള്ളത് അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ സ്റ്റാർ നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള വലുപ്പത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഈ 2 ഹോളിലൂടെയും ഈ ത്രെഡിൻ്റെ ഓരോ വശങ്ങൾ കടത്തിയിടണേ. ഇതുപോലെ 2 വശങ്ങളും നമുക്കൊന്ന് കടത്തി വിടാം. 2 ഹോളിലൂടെയും കടത്തി വിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കെട്ടി കൊടുക്കാം. ഈ ഫോൾഡ് ചെയ്ത ഭാഗം മറ്റ് കട്ട് ചെയ്ത പീസിൻ്റെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വേണം കേട്ടോ കെട്ടി കൊടുക്കാൻ. നന്നായി ടൈറ്റ് ചെയ്തിട്ട് തന്നെ കെട്ടി കൊടുക്കുക. നന്നായി ടൈ ചെയ്ത് കെട്ടി കൊടുക്കുക. ഇതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം മറ്റ് കോണിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം. നന്നായി ടൈ ചെയ്ത് കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ത്രെഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ആവശ്യമില്ലാത്ത ത്രെഡ് നമ്മൾ കെട്ടി കൊടുത്തിട്ട് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.